റിട്ടയർഡ് SP ജോർജ് ജോസഫ് സാർ ഒപ്പം ചേരുകയാണ്. സാർ, വധശ്രമ കേസിൽ ഒളിവിലായിരുന്ന BJP കൗൺസിലറെ നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ പോലീസ് പിടികൂടുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സാറും കണ്ടു കാണും. വാഴോട്ടുകോണം ഡിവിഷൻ കൗൺസിലർ R. സുഗതനെയാണ് വട്ടിയൂർക്കാവ് പോലീസ് ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റ് ചെയ്യാനെത്തിയപ്പോൾ പോലീസ് സംഘത്തെ BJP പ്രവർത്തകർ വളഞ്ഞതോടെ വട്ടിയൂർക്കാവ് SHO AC വിപിൻ ആകാശത്തേക്ക് വെടിവെച്ചു. ഇതിപ്പോൾ വിവാദമായിരിക്കുകയാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, പോലീസിന് ഇങ്ങനെ വെടിവെക്കാമോ? പോലീസിന് തീർച്ചയായിട്ടും വെടിവെക്കാനുള്ള അധികാരമുണ്ട്, അതിനുള്ള പ്രൊവിഷനുണ്ട്. അത് വിനിയോഗിക്കാൻ പോലീസ് പലപ്പോഴും തയ്യാറാകില്ല. പല സന്ദർഭത്തിലും അത് തയ്യാറാക്കാത്തതുകൊണ്ട്, അങ്ങനെ തയ്യാറാകാത്തതുകൊണ്ടുള്ള ദൂഷ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ അത് തന്നെ സംഭവിച്ചത്. ഇവിടെ കൗൺസിലറായി സുഗതനെ കാപ്പ കേസിനകത്ത് പ്രതിയാണ്. 10ഓളം കേസുകൾ, ഗുണ്ട ആക്ട് പ്രകാരമുള്ള കേസുകൾ ഉൾപ്പെടെ 10ഓളം കേസുകൾ വാഴോട്ടുകോണം കൗൺസിലർ സുഗതനെതിരായിട്ടുണ്ട്. സുഗതൻ അതിന് ജാമ്യത്തിന് ഹൈക്കോടതി വരെയൊക്കെ പോയി. പക്ഷേ ഹൈക്കോടതിയിൽ ജാമ്യം കിട്ടിയില്ല. സുഗതന് ഒളിവിലാണ്, അല്ലെങ്കിൽ പോലീസ് മുമ്പിൽ കീഴടങ്ങുന്നില്ല. സുഗതന് വീട്ടിലുണ്ട് എന്നറിഞ്ഞപ്പോഴാണ് വട്ടിയൂർക്കാവ് SHO ആ വീട് വളയാൻ പോയത്. അപ്പം സുഗതൻ്റെ ആൾക്കാരും സുഗതൻ്റെ സപ്പോർട്ടേഴ്സും പോലീസിനെ പ്രതിരോധിക്കാൻ വന്നു. അത് അപകടകരമായ ഒരു നീക്കമാണ്. നേരത്തെ അവിടുത്തെ BJPക്കാരും വട്ടിയൂർക്കാവ് പോലീസും തമ്മിലുള്ള ഇഷ്യൂ നമുക്കറിയാം. ആ ഇഷ്യൂ സമയത്ത് അന്ന് അവിടെ പോലീസിനെ പലർക്കും പരിക്കേറ്റു, അവിടുത്തെ SHOയ്ക്കും പരിക്കേറ്റു. ഇപ്പോഴേ ഇയാളുള്ള സമയത്ത് തീർച്ചയായിട്ടും പരിക്കേൽക്കുമല്ലോ, അത് അപകടകരമാണ് അയാളെ പിടിക്കുന്നത്. ആ സമയത്ത് അവർക്കൊരു ത്രെട്ട് ഉണ്ടെന്ന് തോന്നിയാൽ വെടിവെക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. നിയമപരമായി അതിനുള്ള അധികാരം പോലീസിനുണ്ട്. അതുകൊണ്ട് വെടിവെച്ചതിന് സ്വയം രക്ഷയ്ക്കോ അല്ലെങ്കിൽ ഒരു പബ്ലിക് ഇഷ്യൂ ഉണ്ടായി രണ്ട് കൂട്ടരുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന സമയത്തും വെടിവെക്കാനുള്ള അധികാരം പോലീസിനുണ്ട്. പക്ഷെ അത് വിനിയോഗിക്കാനുള്ള ഗട്സ് വേണം എന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഈ വധശ്രമ കേസിൽ സുഗതന്റെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി അടക്കം തള്ളിയതാണ്. എന്നിട്ടും ഒളിവിലായിരുന്നു സുഗതൻ രാത്രി വീട്ടിലെത്തിയതറിഞ്ഞാണ് വട്ടിയൂർക്കാവ് CIയുടെ നേതൃത്വത്തിൽ പോലീസ് അവിടെ എത്തുന്നത്. കോടതി ഉത്തരവ് പ്രകാരമാണ് പ്രതിയെ പിടികൂടാൻ എത്തിയത് എന്ന് പോലീസ് പറയുന്നതൊക്കെ ആ വീഡിയോയിൽ വ്യക്തമായി കേൾക്കാവുന്നതുമാണ്. എന്നിട്ടും ആ പ്രതി പോലീസിനെ വിരട്ടുന്നുണ്ട്. ഈ ഒരു സംഭവം നമ്മൾ ആ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? ഒരു വീഴ്ചയും പോലീസിൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. പലരും അത് ചോദിക്കുന്നുണ്ട്, പോലീസിന് വെടിവെക്കാനുള്ള അധികാരമുണ്ടോ? ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് പോലീസിന് തോക്ക് കൊടുക്കുന്നത്? തോക്കിന് റിവോൾവറും പിസ്റ്റലും അവർക്ക് വലിയ തോക്കുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട് പോലീസിന്. അത് അങ്ങനെയുള്ള സന്ദർഭത്തിൽ അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ലാത്തി കൊടുത്തിട്ടുണ്ട്, ലാത്തി ചെറിയാനുള്ള അധികാരവും പോലീസിനുണ്ട്. ഒരാളെ പിടിക്കുന്ന സമയത്ത് അയാൾ പോലീസിനെ ആക്രമിക്കുകയും പോലീസിനെ പിടിക്കാൻ വരുന്നവരുടെ ജീവൻ അപകടത്തിലാണെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു ഭയമുണ്ട്, അപകടത്തിലേക്ക് പോകുന്നു തോന്നിയാൽ ഇയാളെ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം പോലീസിനുണ്ടല്ലോ. അതിപ്പം കൗൺസിലർ ആയാലും ശരി, ഒരു MLA ആയാലും ശരി, MP ആയാലും ശരി, ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ അവർ ഈ രീതിയിലുള്ള ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടാക്കിയാൽ വെടിവെക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല പോലീസിന്. അപ്പോൾ അതുകൊണ്ട് കൗൺസിലറെ സുഗതനെ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചു. സുഗതൻ വീട്ടിലുണ്ടെന്നറിഞ്ഞപ്പം വട്ടിയൂർക്കാവ് SHO അവിടെ പോയി. അയാളുടെ ജീവന് അപകടം വരും എന്ന് തോന്നിയപ്പം അദ്ദേഹം വെടിവെച്ചു. ആ വെടി കൗൺസിലർ നേരെ ആയിരുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്ന, ആകാശത്തേക്കാണ് വെച്ച് ഒരു ഭയപ്പെടുത്തി വിട്ടു. അതിനുശേഷം അയാളെ കസ്റ്റഡിയിലെടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ശരിക്കും ഇങ്ങനെയൊരു വീട്ടിൽ കയറി ഭീകരാന്തരീക്ഷം ഉണ്ടാക്കി പ്രതിയെ പിടിക്കേണ്ട ഉണ്ടായിരുന്നല്ലോ. 10ഓളം കേസിലെ പ്രതിയല്ലേ, കാപ്പ കേസിലെ പ്രതിയല്ലേ. ഒരു കേസിനകത്ത് സിമ്പിൾ ഹർട്ടായാലും ശരി, ചെറിയ കുറ്റത്തിനായാലും ശരി, കേസെടുത്തു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യേണ്ട ബാധ്യത പോലീസ് ഉദ്യോഗസ്ഥനാണ്. ആരായാലും അറസ്റ്റ് ചെയ്യാം. അത് ചെറിയ ഒഫൻസ് ആണെങ്കിലും ശരി, പോലീസിന് അറസ്റ്റ് ചെയ്യാമല്ലോ. ആ അറസ്റ്റ് ഒഴിവാക്കണമെങ്കിൽ അവർ പോയി കോടതിയിൽ പോയി ജാമ്യം എടുത്തുകൊണ്ടെന്ന് കോടതിക്ക് ജാമ്യം കഴിച്ചിട്ട് കാണിച്ചാൽ മതിയല്ലോ. പക്ഷേ ഇവിടെ ഹൈക്കോടതി വരെ പോയിട്ടും ജാമ്യം ലഭിക്കാത്ത ആളെ പിന്നെ പോലീസ് എന്ത് ചെയ്യണം? അയാൾ ഉള്ളത് എവിടെയാണ്? വീട്ടിലുണ്ടെങ്കിൽ അവിടെ പോയി അറസ്റ്റ് ചെയ്യും. അയാൾക്ക് സ്മോൾ പോക്സോ അങ്ങനെ എങ്ങാണ്ട് അസുഖങ്ങളായിരുന്നു, 2 ദിവസത്തിനകം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാം. അതൊക്കെ അവരുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളല്ലേ. ആ അസുഖമുള്ള ആളെയും ആ പോലീസിനെ അറസ്റ്റ് ചെയ്യുന്നതിന് എന്താ തടസ്സം? അയാളെ ആശുപത്രി കൊണ്ട് അഡ്മിറ്റ് ചെയ്ത് അവിടെ പോലീസുകാരെ ഗാർഡ് നിർത്തണമെന്നല്ലേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് ആ പറയുന്ന യുക്തിക്കൊന്നും അർത്ഥമില്ല. ആളെത്തിയിട്ടുണ്ടോ, അയാൾ അസുഖക്കാരനാണ്, അയാൾക്ക് നടക്കാൻ മേല, അയാൾക്ക് പരിക്കുണ്ട്,
കാലും അങ്ങനെ ഉണ്ടെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് നേരെ ആശുപത്രി കൊണ്ടുപോകും. അതിനൊന്നും നിയമ തടസ്സങ്ങളില്ലല്ലോ, അത് പോലീസിന്റെ കടമയല്ലേ. സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 10ഓളം കേസുകളിൽ പ്രതിയാണ് സുഗതൻ. കളക്ടർ ഇയാൾക്കെതിരെ കാപ്പ ചുമത്തിയിരുന്നു. ഇതിനുശേഷമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വാഴോട്ടുകോണം ഡിവിഷനിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിക്കുന്നതും. ഇപ്പോൾ സുഗതനെ അറസ്റ്റ് ചെയ്യുന്നതിനിടെ വട്ടിയൂർക്കാവ് CI വിപിൻ, SI അഭിജിത്ത് എന്നിവർക്ക് മർദ്ദനമേറ്റിട്ടുമുണ്ട്. കൂടുതൽ കുരുക്കാകാനുള്ള സാധ്യതയുണ്ടോ സുഗതന്? സുഗതന് ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം സുഗതനെ ഒളിവിലായിരുന്നു, ഹൈക്കോടതി വരെ പോയിട്ട് ജാമ്യം കിട്ടിയില്ല. 10ഓളം കേസിലെ പ്രതിയാണ്, കാപ്പ കേസിലെ പ്രതിയാണ്. ആളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും കോടതി ജാമ്യം കൊടുക്കാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് സുഗതന് ഇതൊരു കുരുക്ക് തന്നെയാണ്. പോലീസ് ഇപ്പം ജാമ്യം കൊടുക്കുന്നതിന് മുമ്പ് കാപ്പ കേസിലേക്ക് അറസ്റ്റ് ചെയ്ത് വീണ്ടും അദ്ദേഹത്തിന് 6 മാസം വരെ ജാമ്യമില്ലാതെ കിടക്കും. പക്ഷേ നിയമപരമായി കേസിലെ പ്രതിയാണെങ്കിൽ ശിക്ഷയില്ലാത്തതിനാൽ, പ്രത്യേകിച്ച് 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷയാണെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ഇലക്ഷനിൽ നിന്ന് മത്സരിക്കാതിരിക്കാൻ കഴിയുള്ളൂ. പക്ഷേ ഇവിടെ അദ്ദേഹം ഈ കേസൊക്കെ ഉണ്ടായിട്ടും അവിടെയുള്ള ആൾക്കാർ അദ്ദേഹത്തെ കൗൺസിലറായി തിരഞ്ഞെടുക്കുന്നതിന് നിയമപരമായ യാതൊരു പ്രശ്നങ്ങളുമില്ല. അദ്ദേഹം കൗൺസിലറാണ് ഈ രീതിയിലുള്ള പ്രവൃത്തി ചെയ്താൽ പോലീസിന് അറസ്റ്റ് ചെയ്യാതിരിക്കാൻ ഒക്കില്ല. അതുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തു. അതിന് നിയമപരമായ ഒരു തടസ്സം പോലീസിനുമില്ല. അത് സുഗതൻ അവിടെ മത്സരിച്ചത് അത് സുഗതൻ്റെ വ്യക്തിപരമായ കാര്യമാണ്, അവരുടെ രാഷ്ട്രീയപരമായ കാര്യമാണ്. അവിടുത്തെ ആൾക്കാർ സുഗതൻ വോട്ട് ചെയ്തായാലും ജയിപ്പിച്ചതിനും തെറ്റില്ല. ഓക്കെ, ഈ അറസ്റ്റിന് ശേഷം കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ പലവിധ ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട്. ചിക്കൻ ബോക്സ് ബാധിതനാണ് താനെന്നും ഹാജരാകാൻ 2 ദിവസം സമയം ചോദിച്ചിട്ടും പോലീസ് അനുവദിച്ചില്ല എന്ന് സുഗതൻ പറഞ്ഞിട്ടുണ്ട്. പോലീസ് വീടിനുള്ളിൽ കയറി ഭാര്യയെയും മകനെയും അടിച്ചു എന്നൊക്കെയാണ് സുഗതന്റെ ആരോപണം. രാത്രി 9 മണിയോടെ വീട്ടിലെത്തിയ പോലീസ് തന്നെ മർദ്ദിക്കുകയും മുഖത്തടിക്കുകയും ഒക്കെ ചെയ്തുവെന്നാണ് സുഗതന്റെ ഭാര്യ അശ്വതിയും ആരോപിച്ചിരിക്കുന്നത്. ഒരു വനിതാ പോലീസ് പോലും ഇല്ലാതെയാണ് പോലീസ് വീട്ടിലെത്തിയത്. കുട്ടികളെ ഭയപ്പെടുത്തുന്ന രീതിയിൽ പോലീസ് വെടിവെച്ചു. സുഗതൻ ഒളിവിലായിരുന്നില്ല, ചിക്കൻ ബോക്സിന് ചികിത്സയിലായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഭാര്യ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. 8 വയസ്സായ കുഞ്ഞ് കരഞ്ഞപ്പോൾ കുഞ്ഞിനെ പോലീസ് പിടിച്ചു തള്ളിയെന്നും അശ്വതി ആരോപിച്ചിട്ടുണ്ട്. ഈ ആരോപണങ്ങൾ നിലനിൽക്കുമോ? ആ ആരോപണങ്ങളൊന്നും നിലനിൽക്കത്തില്ല. കാരണം ആ സമയത്ത് ഒരു വനിതാ SI ഒന്നും പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്യുന്നതിന് വനിതാ SI വേണമെന്ന് അത് കുറച്ചുകൂടെ പോലീസ് ആ കാര്യത്തിൽ കുറച്ച് സൂക്ഷ്മതയുള്ളതുകൊണ്ടാണ്. അല്ലാതെ ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്യുന്നതിന് വനിതാ പോലീസ് വേണമെന്ന് മാൻഡേറ്ററി ഒന്നുമില്ല. ഉള്ളത് നല്ലത് എന്ന് മാത്രമേ ഉള്ളൂ. സ്ത്രീകളെ പണ്ടൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന പുരുഷന്മാരല്ലേ. അപ്പോൾ അങ്ങനെ ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ വനിതാ SI ഒരു പുരുഷനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. വനിതാ SIമാർ എത്ര പേരെ പുരുഷന്മാരെ അറസ്റ്റ് ചെയ്യുന്നു? അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നത് അവർ ഒരു ഡിഫൻസ് പറയുന്നെന്നുള്ളൂ. അതെ, നിയമപരമായി ഒരു വനിതാ അല്ലെങ്കിൽ ഒരു വനിതയെ ഒരു പുരുഷനെ ഒരു പുരുഷൻ പോലീസ് ഓഫീസർ അറസ്റ്റ് ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ല. അവരെ അവമര്യാദയായി പെരുമാറണമെന്ന് മാത്രമേ ഉള്ളൂ. അറസ്റ്റ് എങ്ങനെയാണെന്ന് ബോഡിയെ ടച്ച് ചെയ്ത് തന്നെ അറസ്റ്റ് ചെയ്യണം. അറസ്റ്റ് ഉൾപ്പെടുത്തി അവരെ റിമാൻഡ് ചെയ്യും. വനിത ഇല്ലേലും കുഴപ്പമൊന്നുമില്ല. ഉള്ളത് നല്ലത് ആരോപണങ്ങൾ ഇതുപോലെ കൊണ്ടുവരുമ്പോൾ അത് ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കുമല്ലോ വനിതാ SIമാരുള്ളത്. അതോർത്താണ് പോലീസ് കഴിവുള്ളിടത്തോളം വനിതകളെ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ വനിതയായിട്ട് പോകേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അയാൾ വീട്ടിലുണ്ടെന്ന് പറഞ്ഞ് പോലീസ് വീട് വളഞ്ഞു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് ഇറങ്ങി വരണ്ടേ? അല്ലാതെ പ്രതിരോധിച്ച് തനിക്ക് അസുഖമാണ് മറ്റേ വിളിക്കുമ്പോൾ ഇറങ്ങി വന്നല്ലേ പറ്റുള്ളൂ. പിടിക്കപ്പെട്ടു എന്ന് അയാൾക്ക് ബോധ്യമായില്ലേ? അയാൾ അതിന് വഴങ്ങാതിരുന്ന് വീടിനകത്ത് പോലീസ് കയറും. വാലടച്ചകത്ത് കയറുന്ന വാല് ചവിട്ടിപ്പൊളിച്ച് പോലീസ് അകത്ത് കയറും. അതിനൊക്കെ അധികാരമുണ്ടല്ലോ പോലീസിന്. ആ ചെയ്യുന്ന പ്രവൃത്തിക്ക് അത് ആവുന്നെങ്കിൽ അവർ വഴങ്ങണം. അല്ലാതെ ആരോപണം പറയുന്നതിൽ അർത്ഥമില്ല എന്നാണ് ഞാൻ കരുതുന്നത്.